തീരെ പരിചയമില്ലാത്ത ഒരു സ്ഥലത്ത് ഒറ്റപ്പെട്ട് ഇരിക്കുന്ന ഒരു ഫീലാണ്. അതിനൊക്കെ കാരണങ്ങളുണ്ട്. നിങ്ങളും കൂടി അറിഞ്ഞിരിക്കേണ്ട ചില പ്രശ്നങ്ങളുണ്ട്. എന്നിട്ട് ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും നൈറ്റാണ്. അപ്പോഴ് ചെന്നൈയിൽ പോയി ലാലേട്ടനെ കണ്ടു സംസാരിച്ചു. പിന്നെ നിലം തൊട്ടിട്ടില്ല എന്ന് പറയാം. അതുമാതിരി പ്രശ്നങ്ങളായിരുന്നു. അതുമാതിരി ജീവിതം നമ്മൾ എങ്ങോട്ടേക്കോ കൊണ്ടുപോകാൻ. നമസ്കാരം, അല്ലെങ്കിൽ ഹായ്, എങ്ങനെ പറയണ്ട, എങ്ങനെ തുടങ്ങണമെന്ന് എനിക്കറിയില്ല. എനിക്കെന്തോ തീരെ പരിചയമില്ലാത്ത ഒരു സ്ഥലത്ത് ഒറ്റപ്പെട്ട് ഇരിക്കുന്ന ഒരു ഫീലാണ് ഇപ്പോൾ. കാരണം കഴിഞ്ഞ 3-4 മാസമായിട്ട് ഞാൻ വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല. അറിയില്ല, നിങ്ങൾക്കറിയാം. ഒരുപാട് പേര് കമൻറ്റിലും എനിക്ക് മെസ്സേജ് ആയിട്ടൊക്കെ അയച്ചൊക്കെ ചോദിക്കുന്നുണ്ട്. മനഃപൂർവ്വം ഇടാതിരുന്നതല്ല. അതിനൊക്കെ കാരണങ്ങളുണ്ട്. നിങ്ങളും കൂടി അറിഞ്ഞിരിക്കേണ്ട ചില പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ അടുത്തും കൂടെ പറയണം, നിങ്ങളും കൂടെ അറിയണം എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഫിൽമി ടോക്സിൻ്റെ ചരിത്രത്തിലാദ്യമായിട്ട് സ്ക്രിപ്റ്റ് ഇല്ലാതെയുള്ള ഒരു വീഡിയോ ആണിത്. എനിക്ക് തോന്നുന്നു ഞാൻ കഴിഞ്ഞ ഓഗസ്റ്റിലായിരുന്നു അവസാനമായിട്ട് കുറച്ച് വീഡിയോസ് സ്ഥിരമായിട്ട് മീൻസ് കുറച്ച് ഫ്രീക്വൻ്റ്ലി പോസ്റ്റ് ചെയ്തു. ആ സമയത്ത് ആരൊക്കെ കമൻറ്റിലൊക്കെ വന്ന് ചോദിക്കുകയും ചെയ്തു, പുതിയ EMI എന്തെങ്കിലും എടുത്തിട്ടുണ്ടോ, ലോൺ എടുത്തിട്ടുണ്ടോ, സ്ഥിരമായിട്ട് വീഡിയോ എടുക്കുന്നു. ഒന്നുമില്ല. ആ സമയത്താണ് സ്റ്റാർ സിംഗർ തീർന്നത്. അറിയാലോ, ഞാൻ സ്റ്റാർ സിംഗറിൽ പാട്ട് ഓർത്താൻ അവതരിപ്പിക്കുന്നുണ്ട് ഏഷ്യാനെറ്റിൽ. സ്റ്റാർ സിംഗറിൻ്റെ ഷൂട്ട് ജൂലൈയിൽ തീർന്നു. അപ്പോൾ ഓഗസ്റ്റിൽ ഞാൻ ഫ്രീ ആയി, സമയമുണ്ട്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അതുകൊണ്ട് കണ്ടിന്യൂസ്ലി വീഡിയോ ചെയ്തു. പക്ഷേ ആ കമൻ്റ് ഇട്ട ആൾ പറഞ്ഞതുപോലെ കറക്റ്റ് ആ മാസം മാത്രമേ എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയിട്ടുള്ളൂ. പിന്നെ നിലം തൊട്ടിട്ടില്ല എന്ന് പറയാം. അതുമാതിരി പ്രശ്നങ്ങളായിരുന്നു. അതുമാതിരി ജീവിതം നമ്മൾ എങ്ങോട്ടേക്കോ കൊണ്ടുപോകാൻ. സന്തോഷം ഉള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു കാലയളവിനിടയിൽ സംഭവിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ ഞാനൊരു അച്ഛനായി ഗൈസ്. ഞാനൊരു അച്ഛനായി. അതാണ് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം. പക്ഷേ ഈ ഒരു സന്തോഷം നമുക്ക് നമ്മുടെ ലൈഫിലോട്ട് വരുന്നതിന് മുന്നേ തുടരെ കുറേ പ്രശ്നങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടായി. അത് ഞാൻ വരുത്തി വെച്ച പ്രശ്നങ്ങളാണെന്ന് തന്നെ പറയാം. ഞാൻ കുഞ്ഞിലെ മുതലേ ഒരു 10 വയസ്സ് 9 വയസ്സ് ആ സമയം മുതലേ തന്നെ പുറത്തുനിന്ന് ഫുഡ് കഴിച്ച് തുടങ്ങിയ ഒരാളാണ്. ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാ ഫുഡും കഴിക്കും. അൺകൺട്രോളബിൾ ആയിട്ടുള്ള ഒരു ഭക്ഷണം കഴിക്കൽ തന്നെ ആയിരിക്കും എൻ്റെ ഈ ഒരു ശരീരത്തിന് കാരണമായത്. പിന്നീട് കോളേജിലൊക്കെ പോയി തുടങ്ങുന്ന ആ ഒരു സമയത്താണ് കൂടുതലും പുറത്തുനിന്ന് ഫുഡ് കഴിച്ച് തുടങ്ങുന്നത്. പിന്നെ ഞാൻ കുറച്ചു കാലം കൊച്ചിയിൽ താമസം ഉണ്ടായിരുന്നു. അപ്പോഴും ഫുൾ ടൈം പുറത്തുനിന്നായിരുന്നു. വേറൊരു സന്തോഷം എനിക്ക് പറയാനുള്ളത്, ലാലേട്ടനെ നേരിട്ട് കാണാൻ പറ്റി ഗൈസ്. ലാലേട്ടൻ മുന്നേ സ്റ്റാർ സിംഗറിൽ വന്നിരുന്നു. അപ്പം ഞാൻ പുള്ളിയുടെ ഒരു പ്രൊഫൈൽ അവിടെ പ്ലേ ചെയ്തിരുന്നു. അത് ലാലേട്ടൻ കണ്ടിരുന്നു. അപ്പം അന്ന് എനിക്ക് അവിടെ പോകാൻ പറ്റിയില്ല. അതിലോട്ടൊക്കെ ഞാൻ വരാം. അപ്പം അതുകൊണ്ട് ലാലേട്ടൻ ബിഗ് ബോസിൻ്റെ സെറ്റിൽ വന്നപ്പോൾ നമ്മുടെ സ്റ്റാർ സിംഗറിൻ്റെ ഡയറക്ടർ സർഗോ സാർ തന്നെയാണ് ബിഗ് ബോസ് ഡയറക്റ്റ് ചെയ്തത്. അങ്ങനെ ഞാൻ സാറ് വഴി ചെന്നൈയിൽ പോയി ലാലേട്ടനെ കണ്ടു സംസാരിച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് അത് ഭയങ്കര ഒരു ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ളൊരു മൊമെൻ്റ് ആയിരുന്നു. അതിനു മുന്നിലും ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഞാൻ ഈ ലാലേട്ടൻ വന്നപ്പോൾ എനിക്ക് പോകാൻ പറ്റാതായി എന്ന് പറഞ്ഞില്ലേ, എനിക്ക് വയ്യായിരുന്നു, പനിയായിരുന്നു. അപ്പോൾ നിങ്ങൾ വിചാരിക്കും പനിയല്ല ഇതിനെന്ത് ഇത്ര വലിയ പ്രശ്നം എന്ന് വിചാരിക്കും. പക്ഷേ എനിക്ക് ഇങ്ങനെയുള്ളൊരു പനി വരാൻ തുടങ്ങിയിട്ട് ഏകദേശം 1.5 വർഷമായി. 1.5-2 വർഷമായിട്ട് എല്ലാ മാസവും എനിക്ക് പനി വരും. വന്ന് ഒരു 4-5 ദിവസം ഞാൻ കിടപ്പിലായിരിക്കും. പാരസെറ്റമോൾ കഴിക്കും. ചിലപ്പം ഹോസ്പിറ്റലിൽ പോവും. അവിടെ നിന്നും പാരസെറ്റമോൾ തന്നെ തരും. ആൻറ്റിബയോട്ടിക്സ് കഴിക്കും, മാറും. വീണ്ടും ഇങ്ങനെ പോവും. അടുത്ത മാസം ആകുമ്പോൾ വീണ്ടും പനി വരും. ഇതിന് മുന്നൊരിക്കൽ എനിക്കിങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും നൈറ്റാണ്. സ്റ്റാർ സിംഗർ കഴിഞ്ഞ സീസൺ സ്റ്റാർ സിംഗർ ബ്രേക്കായ ടൈമാണ്. ട്രിവാൻഡ്രത്ത് മിനിസ്റ്റേഴ്സൊക്കെ പങ്കെടുക്കുന്ന ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ മിനിസ്റ്റേഴ്സിനൊക്കെ നേരിട്ട് കണ്ടിട്ട് ബൈറ്റ് എടുക്കാനും ചെറിയ ഇൻ്റർവ്യൂ ഏഷ്യാനെറ്റിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു. അപ്പോൾ അങ്ങനെ കുറേ ദിവസം ട്രിവാൻഡ്രത്ത് നിന്ന് വർക്കൊക്കെ കഴിഞ്ഞിട്ട് അവിടുത്തെ പ്രോഗ്രാമും കഴിഞ്ഞിട്ട് തിരിച്ച് ഞാൻ വരുന്ന സമയം അപ്പോഴൊക്കെ എനിക്ക് ഫുൾ പനിയാണ്. പക്ഷെ നമ്മളൊരു കമ്മിറ്റ്മെൻറ്റ് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ നമ്മളത് ചെയ്യണം. അപ്പോൾ അത് കംപ്ലീറ്റ് ആക്കി കാശും കിട്ടും. അപ്പോൾ അത് കംപ്ലീറ്റ് ആക്കി തിരിച്ച് രാത്രി വരുന്ന വഴി ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുക. ഞാനും വൈഫും ഉണ്ട്. വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെ പനി കൂടിയിട്ട് വിറച്ചിട്ട് എൻ്റെ ബോധം പോയി. എന്ത് ഭാഗ്യം കൊണ്ടാണോ എനിക്കറിയില്ല, ഒന്നും സംഭവിച്ചില്ല. ആശുപത്രിയുടെ അടുത്ത് തന്നെ ആയിരുന്നു സംഭവിച്ചത്. ഞാൻ നേരെ ബോധം വന്നതും നേരെ വളച്ച ഹോസ്പിറ്റലിനകത്ത് കയറ്റി. അന്ന് രാത്രി അവിടെ അഡ്മിറ്റ് ചെയ്ത് പിറ്റേ ദിവസം വീട്ടിൽ വന്നു. അത് വേറെ പ്രശ്നമില്ല, ഗുളികയൊക്കെ കഴിച്ചത് മാറി. പിന്നെ ഒരു 3-4 മാസത്തേക്ക് പനിയൊന്നും ഉണ്ടായില്ല. വീണ്ടും ഈ പനി വരാൻ തുടങ്ങി.
അപ്പം ഈ സെപ്റ്റംബറിൽ ചിത്ര ചേച്ചിയുടെ ഷോ ആയിട്ട് ദുബായിൽ പോയി. അത് മറ്റൊരു വലിയ സന്തോഷമായിരുന്നു. അപ്പം അത് കഴിഞ്ഞ് നാട്ടിൽ വന്നു, പനി പിടിച്ചു. കഴിഞ്ഞൊരു പാലക്കാട് യാത്ര ഉണ്ടായിരുന്നു. ഞാൻ കുറച്ച് ഫ്രണ്ട്സൊക്കെ ആയിട്ട് നമ്മൾ പാട്ട് വർത്താനത്തിൽ കുറച്ച് വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട്, അതും ഈ തുടരെയുള്ള അസുഖവും സ്റ്റാസിങ്ങറിൻ്റെ ഷൂട്ടിൻ്റെ തിരക്കൊക്കെ ആയിട്ട് വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം നമുക്ക് കുറച്ച് റിയൽ ലൊക്കേഷൻസിലൊക്കെ പോയി ഷൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പാലക്കാട് പോയി ഒരു 3-4 ദിവസം അവിടെ നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അച്യുതൻ. അപ്പോൾ അവൻ്റെ വീട്ടിലൊക്കെ പോയി നിന്ന് നല്ല ചില്ലായിരുന്നു. തിരിച്ച് മധുരയ്ക്ക് വഴിയാണ് വന്നത്, തമിഴ്നാട് വഴി. അത് കഴിഞ്ഞ് തിരിച്ചെത്തി, പനി പിടിച്ചു. പിന്നെ അത് മാറി. അപ്പോഴേക്കും സ്റ്റാർ സിംഗറിൻ്റെ ഹോം ടൂർ തുടങ്ങി. ഞാൻ ഹോം ടൂറിന് പോയി, പനി പിടിച്ചു. പക്ഷേ കഴപ്പിനൊരു കുറവില്ലായിരുന്നു. അടുത്ത ട്രിപ്പ് തഞ്ചാവൂർ പോയി. തഞ്ചാവൂർ, രാമേശ്വരം, ട്രിച്ചി, മധുരൈ, അങ്ങനെ ഒരു റൗണ്ട് അഴിച്ചു വന്നു. പനി പിടിച്ചു. അത് കഴിഞ്ഞിട്ട് ഒരു പനി പിടിച്ചു. വെച്ചപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനൊരു ഫീവർ എനിക്ക് വന്നിട്ടില്ല. അമ്മാതിരി ശരീരവേദനയും ചൂടും ഒക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ പോയി കാണിച്ചു. ഒരു ഇഞ്ചക്ഷൻ എടുത്ത് ഓക്കെ, കുഴപ്പമില്ല. 2 ദിവസം കഴിഞ്ഞ് മാറി ഒരു 3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും വന്നു. ഈ നമുക്കെപ്പോഴും പലപ്പോഴും കേൾക്കുമ്പോൾ ചിരി വരുന്നൊരു അസുഖമായിരുന്നു വയറിളക്കം. പക്ഷെ അതിൻ്റെ ഒരു ഭീകരത എന്താണെന്ന് ഞാൻ അറിഞ്ഞ ദിവസങ്ങളായിരുന്നു പിന്നീട്. എന്നുവെച്ചാൽ നമ്മളങ്ങ് എന്താ പറയുക, മരിച്ചു പോവോ എന്നുള്ളൊരു അവസ്ഥയിൽ ഭീകരമായിട്ടുള്ള ഡിസെൻട്രി ആയിരുന്നു. അങ്ങനെയൊരു ഫീലായിരുന്നു. പക്ഷെ ഈ പറഞ്ഞ ശാസ്ത്രികൻ്റെ ഷൂട്ടുണ്ടപ്പോഴേ കണ്ണൂർ പോയേ പറ്റുള്ളൂ. ഒരു ഓക്കെ സെറ്റപ്പിൽ ഞാൻ കണ്ണൂർ പോയി. പക്ഷെ പോയി നമ്മൾ അവിടെ ചെന്ന് ക്യാമറ കണ്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഓക്കെ സെറ്റായി. ഒരു എന്താ പറയുക, ഒരു അഭിനയം. അത് കഴിഞ്ഞ് എന്നിട്ട് വീണ്ടും പനിയായി. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, എൻ്റെ വൈഫ് പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞില്ല. അപ്പോൾ അവളെ ഹോസ്പിറ്റലിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോയിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു, അപ്പോഴും എനിക്ക് പനിയുണ്ട്. അവളടുത്തും പോകുന്നില്ലായിരുന്നു. ഞാൻ പനിയുള്ള സമയത്ത് അവളടുത്ത് പോകത്തില്ല. അവളെ കാര്യങ്ങൾ നോക്കുന്നതൊക്കെ ബുദ്ധിമുട്ടാണ്, അവളെ അമ്മയും കാര്യങ്ങളൊക്കെ നോക്കുന്ന. അപ്പം അന്ന് അവളെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഞാൻ വെറുതെ എന്തായാലും കാണിച്ചേക്കും, ഇങ്ങനെ എല്ലാ മാസവും പനി വന്നുകൊണ്ടിരിക്കുന്നത് എന്താണ്, ഒന്ന് കാണിച്ചേക്കാമെന്ന് പറഞ്ഞിട്ട് അതേ ഹോസ്പിറ്റലിൽ തന്നെ ഒരു ഡോക്ടറെ കയറി കാണിച്ചു. കൺസൾട്ട് ചെയ്ത് അപ്പം തന്നെ പുള്ളിക്കാരി പറഞ്ഞു ബ്ലഡ് ടെസ്റ്റ് എടുക്കാൻ പറഞ്ഞു. ബ്ലഡ് ടെസ്റ്റ് എടുത്ത് റിസൾട്ട് കൊണ്ട് കൊടുത്ത പാടെ തന്നെ അഡ്മിറ്റ് ആയിക്കോ, വൈഫിൻ്റെ അടുത്തോട്ടൊന്നും പോവുകയേ ചെയ്യരുത്, പെട്ടെന്ന് അഡ്മിറ്റ് ആയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അഡ്മിറ്റായി. ഇൻഫെക്ഷൻ ആദ്യത്തെ സ്റ്റേജിൽ അറിഞ്ഞത് ഇത് ബ്ലഡിൽ ഇൻഫെക്ഷനാണ്, ഭയങ്കരമായിട്ട് ഇൻഫെക്റ്റഡ് ആയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് അഡ്മിറ്റ് ആവുക, ആൻറ്റിബയോട്ടിക്സ് എടുക്കുക, ഗുളികയിലൊന്നും നിൽക്കില്ല, നമുക്ക് ഡ്രിപ്പായിട്ടും ഒക്കെ ഇട്ട് ചെയ്താലേ മാറത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അഡ്മിറ്റായി. 2-ാം ദിവസം വീണ്ടും ഇങ്ങനെ ഡെയിലി ബ്ലഡ് ടെസ്റ്റ് എടുത്തോണ്ടിരിക്കുക. അപ്പോഴറിയുന്ന ടൈഫോയിഡ് എന്നൊക്കെ ഞാൻ കേട്ടിട്ടുള്ളത് ഈ വയസ്സായ ആളുകളൊക്കെ മരിക്കുന്നതിനുള്ളൊരു കാരണമായിട്ട് ഞാൻ ടൈഫോയിഡ് കേട്ടിട്ടുണ്ട്. മറ്റു പല അസുഖമുള്ളവർ ഇങ്ങനെ കിടക്കുമ്പോൾ പനിയെന്ന് വിചാരിക്കുന്നു ഒരു, പക്ഷെ അത് ആക്ച്വലി ടൈഫോയിഡ് ആയിരുന്നു. ഓരോ ഓർഗൻസ് ആയിട്ട് അടിച്ചുപോയി ആൾ മരിച്ചു പോകുന്നു. അതാണ് അവസ്ഥ. എൻ്റെ അപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ എൻ്റെ ഇൻറ്റസ്റ്റൈൻ പിന്നെ ലിവർ അഫക്റ്റ് ചെയ്തു. ഇത് ലിവർ ഫങ്ഷൻ ടെസ്റ്റ് എടുത്തു. അപ്പം ഫാറ്റി ലിവർ ഗ്രേഡ് 3 ആണ് കാണിച്ചത്. എന്ന് വെച്ചാൽ നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ലിവർ സിറോസിസാണ്. ഞാനാണെങ്കിൽ അങ്ങനെ മദ്യപിക്കാറുണ്ട്, ഇല്ല എന്നല്ല, പക്ഷെ അങ്ങനെ ഒരു മദ്യപാനിയോ അങ്ങനെയൊന്നും അല്ല. ഒക്കേഷണലി ഒരു വർഷത്തിൽ 2-3 തവണ എന്തെങ്കിലും പാർട്ടിയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മദ്യപിക്കുന്ന അങ്ങനത്തെ ഒരാളാണ്. ഡോക്ടർ പറഞ്ഞതെന്ന് വെച്ചാൽ ഫുഡ്. ഇനി ഞാൻ വേറൊരു കാര്യം പറയാം. നിങ്ങൾ എൻ്റെ വീഡിയോ കാണാൻ തുടങ്ങിയ കാലം മുതൽ പലരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, എൻ്റെ നെറ്റി. ഒരുപാട് പേര് കമൻറ്റിലും ഒക്കെ പറയാറുണ്ട് ഈ നെറ്റി ഇങ്ങനെ കറുത്തിരിക്കുന്നത്. അത് നിങ്ങളെ കൂടെ കാണിക്കാൻ വേണ്ടി ഞാൻ ഇന്നൊരു പൗഡർ പോലും ഇട്ടിട്ടില്ല. സാധാരണ ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ പൗഡർ മേക്കപ്പ് എന്തെങ്കിലുമൊക്കെ ഇടും, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഇത് നിങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ മുഖത്ത് എവിടെയെങ്കിലും ഏതെങ്കിലും ഭാഗത്തൊരു കറുപ്പ് ഒരു പാടം ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഒട്ടനെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക. നമ്മുടെ ലിവർ പ്രശ്നമാണ്. അത് നമ്മുടെ ശരീരം കാണിച്ചു തരുന്നതാണ്. നെറ്റിയിൽ എഴുതി ഒട്ടിച്ചിട്ടുണ്ട്, അവൻ്റെ ലിവറൊക്കെ അടിച്ചു പോയെന്ന് നെറ്റിയിൽ എഴുതി ഒട്ടിച്ചിട്ടുണ്ടെന്ന് പറയുന്നത് ആ ഒരു അവസ്ഥ. അങ്ങനെ ഫാറ്റി ലിവർ ഗ്രേഡ് 3 ആണെന്നും കൂടെ അറിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ദൈവമേ, എൻ്റെ വൈഫ് പ്രഗ്നൻ്റ് ആണ്, കുഞ്ഞ് ജനിക്കാൻ പോകുന്നു, അതിനെ കാണാൻ എനിക്ക് പറ്റില്ല എന്നൊക്കെ സ്വതവേ ഓവർ തിങ്കിങ് ഉള്ള ഒരാളാണ്. ആ ലെവലിലൊക്കെ ചിന്തിച്ചു. പിന്നെ ഈ കുടലിൽ ഇൻറ്റസ്റ്റൈനിൽ പ്രശ്നമായിട്ട് ബാത്റൂം പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വയറ് ഫുള്ള് എരിച്ചിലും, എന്താ പറയുന്നത്, എങ്ങനെ അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരണമെന്ന് എനിക്കറിയില്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതായത് നമ്മുടെ ഇൻറ്റസ്റ്റൈനകത്ത് ചെറിയ ചെറിയ മുറിവുകളുണ്ടായിട്ട്
അത് പുണ്ണായിട്ട് നമ്മൾ കഴിക്കുന്ന ഫുഡെല്ലാം അതിൽ പിടിച്ചിട്ട്, അതായത് നമ്മൾ മുറിഞ്ഞിരിക്കുന്ന ഒരു സ്ഥലത്ത് ഇത്തിരി മുളക് പൊടിയോ ഉപ്പോ മസാലയൊക്കെ ഇട്ടെടുത്താൽ എങ്ങനെ ഇരിക്കും? ആ ഒരു അവസ്ഥ ഉള്ളിൽ കുടലിനകത്ത്. അത് വല്ലാത്തൊരു അവസ്ഥയായിരുന്നു. ഒന്നും കഴിക്കാൻ പറ്റില്ല. ഡോക്ടർ പറഞ്ഞു വെച്ചാൽ കഞ്ഞി കുടിക്കുക, അച്ചാറ് പോലും പാടില്ല, എരിവ് എന്താ പറയുക, മുളക് പൊടി മസാലപ്പൊടി ഒന്നും പാടില്ല, എല്ലാം കംപ്ലീറ്റ്ലി നിർത്തി വയ്ക്കുക, നോൺ വെജ് കഴിക്കുന്നതിനെ പറ്റി ചിന്തിക്കുകയെ ചെയ്യേണ്ടതാണ്. അങ്ങനെ ഞാൻ 7 ദിവസം ഹോസ്പിറ്റലിൽ കിടന്നു. ഡെയിലി ഡ്രിപ്പും കാര്യങ്ങളൊക്കെ ഇട്ടു. അപ്പോഴത്തേക്കും വൈഫിൻ്റെ ഡേറ്റായി, പ്രസവിക്കാനുള്ള ഡേറ്റായി. ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അതിനു മുമ്പെങ്കിലും ഇതൊന്ന് കുറഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. ആ ഡോക്ടറുടെയും അവിടുത്തെ എല്ലാവരുടെയൊക്കെ ഒരു അപ്പം അങ്ങനെ കഴിച്ച് കൃത്യമായിട്ട് ഫുഡ് കൺട്രോൾ ചെയ്ത് ഒരാഴ്ചയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഇൻഫെക്ഷൻ അങ്ങ് മാറി. പിന്നെ കൊളസ്ട്രോൾ. ഞാൻ ആശുപത്രി കിടക്കയിൽ കിടന്ന് ഈ മറ്റേ മൺചിത്രത്താഴിൽ ലാലട്ടം പറയുന്ന പോലെ ഞാൻ പതിയെ മനസ്സിലാക്കിയായിരുന്നു ഞാനൊരു അമ്മാവനായി മാറുകയാണെന്ന്. പിന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് കാര്യം കൂടി എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുണ്ട്. ലൈഫ് ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുക. ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ ഒന്നല്ല കേട്ടോ. ഏതെങ്കിലും എനിക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടായിരുന്നത് കൊണ്ട് അധികം കാശ് ചിലവായില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത് വയ്ക്കുക. അപ്പോൾ ഈ പ്രശ്നങ്ങളുടെയൊക്കെ ഇടയിൽ എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. ഇൻസ്റ്റയിൽ പാട്ട് വർത്താനുണ്ട്, അതിലും ചില പെയ്ഡ് പ്രൊമോഷൻസ് 1-2 എണ്ണം വന്നപ്പോൾ ഞാൻ ചെയ്തു, അല്ലെ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഇത് വന്നപ്പം ഒരു വീഡിയോ ചെയ്തു എന്നുള്ളതല്ലാതെ വേറെ വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല ഈ കഴിഞ്ഞ 3-4 മാസത്തിനിടയ്ക്ക്. ഈ ഫിലിമി ടോക്സിലും ഇട്ടിട്ടില്ല. ഇതിൻ്റെയൊക്കെ റീച്ച് ഇനി എന്താവുമെന്ന് എനിക്കറിയില്ല. ഞാൻ എൻ്റെ ഒരു ലൈഫ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന റവന്യൂ കൊണ്ട് തന്നെയാണ് കേട്ടോ. പക്ഷേ ഞാനിങ്ങനെ EMI അടയ്ക്കാനോ, മറ്റേ ആൾ കമൻറ്റിൽ പറഞ്ഞ പോലെ EMI അടയ്ക്കാനോ ലോൺ അടയ്ക്കാനോ ഒന്നല്ല. അതായത് കാശിന് കുറച്ച് ആവശ്യമുണ്ട്, അപ്പോൾ കുറച്ച് വീഡിയോസ് ഇട്ട് ഇത്തിരി പൈസ ഉണ്ടാക്കുക, അങ്ങനെ ചിന്തിക്കാനും പറ്റില്ല. അങ്ങനെ എനിക്ക് പറ്റില്ല. അങ്ങനെയാണെങ്കിലേ എൻ്റെ ലൈഫിൽ പൈസയ്ക്ക് ഏറ്റവും അത്യാവശ്യം ഉണ്ടായിരുന്ന ഒരു ഘട്ടമായിരുന്നു ഈ കഴിഞ്ഞ 3 മാസം. അപ്പോൾ ഒരു വീഡിയോ പോലും ഞാൻ ഇട്ടിട്ടില്ല. നമുക്കതിന് പറ്റില്ല. കാരണം ഞാനിത് ഏറ്റവും സന്തോഷത്തോടു കൂടി ജെനുവിനായിട്ട് ചെയ്യുന്നൊരു കാര്യമാണ്. ഞാനിവിടെ വന്നിരുന്നിട്ട് നിങ്ങളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ എനിക്കിഷ്ടമുള്ളത് സിനിമയെ പറ്റിയും ഒക്കെ സംസാരിക്കുന്നൊരു സ്പേസാണിത്. അപ്പോൾ അത്രയും ഫ്രീ ആയിട്ട് 0 പ്രഷറിൽ നിന്നാലേ എനിക്ക് അങ്ങനെ ജെന്യുവനായിട്ട് നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൽ നിന്ന് കാശ് വരുമ്പോൾ സന്തോഷം. അതായത് നമ്മൾ ഇഷ്ടപ്പെട്ടൊരു കാര്യം നമ്മൾ ഇഷ്ടത്തോടെ ചെയ്തിട്ട് അതിൽ നിന്ന് കാശ് വരുമ്പോൾ സന്തോഷം. പക്ഷേ കാശ് വേണമെന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്താ പറയുക, അതിന് വേണ്ടിയിട്ടൊരു പ്രഷർ എടുത്ത് ഓക്കെ അയ്യോ വീഡിയോ ചെയ്യണമല്ലോ ഇടണമല്ലോ, അതിനോട് എനിക്ക് താല്പര്യമില്ലെന്നല്ല, അതെനിക്ക് പറ്റില്ല, എന്നെ കൊണ്ട് പറ്റില്ല അത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയണമെന്നുണ്ടായിരുന്നു. ഒരു ആശ്വാസമുണ്ട്. ഞാനിപ്പോൾ ഈ പറഞ്ഞ പല കാര്യങ്ങളും ചില കാര്യങ്ങളും എൻ്റെ വീട്ടുകാർക്കോ വൈഫിനോ ഒന്നും പോലും ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. അവർ പോലും ചിലപ്പോൾ ഈ വീഡിയോ കണ്ടിട്ടായിരിക്കും അറിയുന്നത്. ശ്രദ്ധിക്കുക, എല്ലാവരും അവരുടെ ആരോഗ്യം ശ്രദ്ധിക്കുക. ആരോഗ്യമാണ് ഏറ്റവും വലുത്, അത്രയൊക്കെ പറയാനുള്ളൂ. ഞാനിത് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളൊരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ പുറത്തുനിന്നൊക്കെ ഫുഡ് കഴിക്കുന്നത് മാക്സിമം കുറയ്ക്കുക, കൺട്രോൾ ചെയ്യുക. നമ്മുടെ അവസ്ഥ കൊണ്ടാണ് അത്, എനിക്ക് മനസ്സിലാവും മറ്റാരെക്കാളും. പക്ഷേ നമ്മുടെ ആരോഗ്യമാണ് ഏറ്റവും വലുത്. എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു പലപ്പോഴും, പല അസുഖങ്ങളെ പറ്റിയും ഒക്കെ കേൾക്കുമ്പോൾ അതൊക്കെ അവർക്ക് വരുന്നില്ലേ, നമ്മളെ ബാധിക്കാൻ പോകുന്നില്ല, നമുക്കിതൊന്നും വരാൻ പോകുന്നില്ല എന്നുള്ളൊരു കോൺഫിഡൻസ് അല്ല, ഓവർ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അത് തകർന്ന് തരിപ്പണായി. വേറെ കാര്യം പറഞ്ഞാൽ ഞാൻ ഇപ്പോഴും പൂർണ്ണമായിട്ട് റിക്കവർ ആയിട്ടില്ല കേട്ടോ. ഇപ്പോഴും ഡയറ്റിലാണ്, ഇപ്പോഴും വയറിന് പ്രശ്നങ്ങളുണ്ട്. ആ ഫാറ്റി ലിവർ ഗ്രേഡ് 3 ഇപ്പോഴും കുറഞ്ഞിട്ടില്ല. അതിൻ്റെ ചികിത്സ ഇനിയേ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. ലിവർ ആയതുകൊണ്ടത് നമുക്ക് തിരിച്ച് കൊണ്ടുവരാൻ പറ്റുന്ന ഡോക്ടർ പറയുന്ന. അപ്പോൾ എൻ്റെ അപ്പം വെള്ളമൊക്കെ കൊണ്ടടങ്ങണ. അപ്പോൾ ഈ ഒരു തുടരെയുള്ള പ്രഷർഫുള്ളായിട്ടുള്ള സങ്കടകരമായിട്ടുള്ള ഇവൻസിൻ്റെ ഒക്കെ ഒരു എൻഡിൽ ഇതിനൊക്കെ ഒരു എൻഡ് കുറിച്ചത് എൻ്റെ മകനാണ്. ആൺകുഞ്ഞാണ് കേട്ടോ ജനിച്ചത്. അതിനുശേഷം പിന്നെ ഭയങ്കര ഹാപ്പിയായിരുന്നു. അപ്പോഴൊക്കെ എനിക്ക് എൻ്റെ അടുത്ത് 1 മാസം ഫുൾ ബെഡ് റെസ്റ്റ് പറഞ്ഞതാണ് ഡോക്ടർ. നടക്കില്ല, അത് എന്തായാലും നടക്കില്ല. കാരണം അത് കഴിഞ്ഞ് ഡിസ്ചാർജ് ആയിട്ട് 4 ദിവസം കഴിഞ്ഞിട്ട് വൈഫിൻ്റെ ഡെലിവറിയാണ്. അപ്പോൾ ഞാനവിടെ ഫുൾ ടൈം ഹോസ്പിറ്റലിൽ നിൽക്കുന്നതും രാവും പകലും ഒക്കെ. അതിൻ്റെ പ്രശ്നങ്ങളിപ്പം എൻ്റെ ബോഡിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കാലുവേദനയായിട്ടും ഒക്കെ, നെർവിനൊക്കെ അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ സംഭവിക്കുന്നുണ്ട്.
അപ്പം അതുകൊണ്ട് ഹെൽത്താണ് ഏറ്റവും പ്രധാനം. ഹെൽത്ത് ഉണ്ടെങ്കിൽ ബാക്കിയെല്ലാം നമുക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും അത് കെയർ ചെയ്യുക. പറ്റുമെങ്കിൽ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത് വയ്ക്കുക. അപ്പോൾ ഇനി പ്രഷർ ഇല്ലാതെ എനിക്ക് പറ്റുമ്പോൾ അങ്ങനെ കമൻറ്റിലൊന്നും ആരും ചോദിക്കണമെന്നൊന്നുമില്ല. ഇപ്പോൾ വരും വീഡിയോ എപ്പോൾ വരുമ്പോൾ കാണാം. അത്ര എനിക്ക് പറയാൻ പറ്റുള്ളൂ ഈ അവസ്ഥയിൽ. എന്തായാലും നിങ്ങളെല്ലാവരും എൻ്റെ എന്താ പറയുക കൂടെ ഉണ്ടാവണം. ഇനിയുള്ള യാത്രയിലും ഉണ്ടാവണം. താങ്ക് യു. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.